ഹായ്, നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചിട്ടുണ്ടായത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, കൺസ്യൂമർ ബിഹേവിയറിൽ. അതേപോലെ പ്രൊഡക്ഷൻ തിയറി പഠിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഐസോകോൺസ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഐസോകോൺസിനെ കുറിച്ചാണ്. അപ്പോൾ കാണാം ക്ലാസ്. ഐസോ എന്ന് പറഞ്ഞാൽ ഈക്വൽ എന്നാണ് അർത്ഥം. ഐസോക്വാൺസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രോഡക്റ്റ് കർവ്സ്. അതായത് നമ്മൾ അറിയാലോ, ഔട്ട്പുട്ട് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇൻപുട്ടുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ രണ്ട് ഇൻപുട്ടുകളുടെ സംയോജിപ്പിച്ചുകൊണ്ട്, അല്ലെ, രണ്ട് ഇൻപുട്ടുകളുടെ വ്യത്യസ്ത സംയോഗ ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന കർവ് അഥവാ രേഖാചിത്രമാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഐസോകോണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് two inputs that yield same level of maximum output. അതായത് കോമ്പിനേഷൻ സംയോഗ ബിന്ദുക്കളാണ് അല്ലേ. അപ്പോൾ ഒരേ ലെവൽ ഔട്ട്പുട്ട് ഉൽപ്പന്നങ്ങൾ നൽകുന്ന രണ്ട് നിവേശങ്ങളുടെ വ്യത്യസ്ത സംയോഗ ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രമെന്നാണ് ഐസോകോൺസിനെ നിർവചിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ചതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഇൻഡിഫറൻസ് കർവിൻ്റെ അതേ പ്രോപ്പർട്ടിയാണുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഐസോകോണ്ടിൻ്റെ രണ്ട് ഇൻപുട്ടുകൾ എടുക്കാം. നമുക്ക് രണ്ട് ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? X1ഉം X2ഉം എടുക്കാം. എന്നിട്ട് ഐസോകോണ്ട് വരയ്ക്കാം. അപ്പോൾ വരയ്ക്കാൻ ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? X ആക്സിസും Y ആക്സിസും വരയ്ക്കണം അല്ലേ. വൈയും രണ്ട് ആക്സിസുകൾ വരച്ചു. ഇതിന് X കൊടുക്കാം, ഇതിന് Y കൊടുക്കാം. 0. X2 കമോഡിറ്റി നമ്മളിവിടെ എടുക്കുന്നു. X1 കമോഡിറ്റി നമ്മൾ X ആക്സിസിൽ എടുക്കുന്നു അല്ലേ. ഇൻപുട്ട് 1 ഇൻപുട്ട് 2 ആണ്. അപ്പോൾ ഐസോകോണ്ടിനെ വരയ്ക്കുകയാണ്. ഇൻഡിഫറൻസ് കർവ് വരച്ചതുപോലെയാണെന്ന് പറഞ്ഞല്ലേ. IQ, ഇതിന് നമുക്ക് IQ 100 എന്ന് പറയാം. അതായത് 100 യൂണിറ്റ്സ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നൽകുന്ന ഐസോകോണ്ടിനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഇതിലൊരു കോമ്പിനേഷനാണ് എ എന്ന കോമ്പിനേഷനിൽ നോക്കൂ, NX1 X2ഉം MX1ഉമാണ്. കണ്ടില്ലേ. ഇനി വേറൊരു കോമ്പിനേഷൻ എടുക്കുവാണ്, ബി കോമ്പിനേഷൻ. ബിയിൽ P ആണ് X2 എടുക്കുന്നത്, Q ആണ് X1 കിട്ടുന്നത്. ഇനി വേറൊരു കോമ്പിനേഷൻ നമുക്കെടുക്കാം, സി എന്ന കോമ്പിനേഷനിൽ നോക്കാം, ആറും എസ്സുമാണ്. കണ്ടില്ലേ. അപ്പം വ്യത്യസ്ത കോമ്പിനേഷനുകളാണ്. X1ൻ്റെയും X2ൻ്റെയും ഡിഫറൻറ്റ് കോമ്പിനേഷൻസ്, വ്യത്യസ്തങ്ങളായ സംയോഗങ്ങളാണ് ABC. ഇവ നൽകുന്ന പ്രോഡക്റ്റ് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ്സ് ആണ്. മാക്സിമം ലെവലാണ് 100. അതായത് A കോമ്പിനേഷൻ ആയാലും B കോമ്പിനേഷൻ ആയാലും C കോമ്പിനേഷൻ ആയാലും ഏത് കോമ്പിനേഷൻ, അതായത് ഈ ലെഫ്റ്റ് ടോപ്പ് മുതൽ ബോട്ടം ലെവലിൽ റൈറ്റ് ബോട്ടം വരെയും ഏത് പോയിന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും 100 യൂണിറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ 100 യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഉള്ള വ്യത്യസ്ത കോമ്പിനേഷനുകൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രം എന്നാണ് ഐസോകോണ്ടിനെ പറയുന്നത്. ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ് ദാറ്റ് yield സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്, മാക്സിമം ഔട്ട്പുട്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അല്ലേ? പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? 4 പ്രോപ്പർട്ടി പഠിച്ചത് ഓർക്കുമല്ലോ. അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും
ഐസോകോൺസ്, നമുക്കിതിനെ ചുരുക്കി IQs എന്ന് എഴുതാം. ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ഒറിജിൻ, ഒറിജിനിലേക്ക് ഉന്മധ്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഓർക്കുന്നുണ്ടാവും. എന്താണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഡിഫറൻസ് കർവ് പോലെ തന്നെയാണ്. IQs സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലേ? നമ്മൾ ലെഫ്റ്റ് ടോപ്പിൽ നിന്നും റൈറ്റ് ബോട്ടത്തിലേക്കാണ് ഇതിനെ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ IQs രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതിയാണ്. IQs സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടത് മുകളിൽ നിന്നും വലത് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്നു എന്നാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഓർമ്മയുണ്ടാവും. അത് തന്നെ, അതായത് ഇൻഡിഫറൻസ് കർവിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നെവർ ഇൻ്റർസെക്ട്സ് എന്നാണ്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും. IQs നെവർ ഇൻ്റർസെക്റ്റ് എന്നാണ്. അതായത് ഒരിക്കലും ഐസോകോൺസ് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല, അല്ലെ വിച്ഛേദിക്കുന്നില്ല എന്ന് പറയും. നാലാമത്തെ പ്രോപ്പർട്ടി ഹയർ IQs ഷോസ് ഐസോകോൺസ് higher IQs shows higher levels of output. അതായത് ഉയർന്നുയർന്നു പോകുന്തോറും ഉയരങ്ങളിലേക്കുള്ള ഐസോകോൺസ് കൂടുതൽ പ്രൊഡക്ഷനാണ് കാണിക്കുന്നത്, അല്ലേ? ഔട്ട്പുട്ട് ലെവൽ കൂടുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് കൂടുന്നത് കാണിക്കാൻ, ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ വേറൊരെണ്ണം സാധാരണ വരയ്ക്കാറുണ്ട്. അതിനെയാണ് ഐസോകോണ്ട് മാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അതായത് ഇൻഡിഫറൻസ് കർവ് മാപ്പ് പഠിച്ചത് ഓർമ്മയുണ്ടാവും. അതേപോലെ ഐസോകോണ്ട് മാപ്പ് നമുക്ക് വരയ്ക്കാം. ഐസോകോണ്ട് മാപ്പ് എന്തായിരുന്നു? ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ആണല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ. എ ഗ്രൂപ്പ് ഓഫ് ഐസോകോൺസ് ഈസ് കോൾഡ് ഐസോകോണ്ട് മാപ്പ്. ഗ്രൂപ്പ് ഓഫ് ഐസോകോൺസ് ഈസ് കോൾഡ് ഐസോകോണ്ട് മാപ്പ്. എങ്ങനെയാണ് ഐസോകോണ്ട് മാപ്പ് വരയ്ക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് മാപ്പ് വരച്ച അതേപോലെയാണ് നമുക്ക് ഐസോകോണ്ട് മാപ്പും വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം ഒരു ഐസോകോണ്ട് മാപ്പ്. XY ആക്സിസുകൾ വരയ്ക്കണം. ആദ്യം X വരച്ചു, Y വരച്ചു, ഒറിജിൻ കൊടുത്തു, X2 കമ്മോഡിറ്റി, X1 കമ്മോഡിറ്റി. ഇനി ഐസോകോണ്ട് മാപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഐസോകോണ്ട് IQ 100 എന്ന് കൊടുക്കാം. അതായത് 100 യൂണിറ്റ് ഔട്ട്പുട്ട് നൽകുന്ന ഐസോകോണ്ടിനെയാണ് ആദ്യം വരച്ചത്. നമ്മൾ രണ്ടാമത് വരയ്ക്കുകയാണ്. IQ 200, അതായത് 200 യൂണിറ്റ് ഔട്ട്പുട്ടാണ്. നെക്സ്റ്റ് എന്താണ്? അടുത്തത് വരയ്ക്കാം. IQ 300. കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ പോകുമ്പോൾ തോറും റൈറ്റിലേക്ക് ഹയർ ആൻഡ് ഹയർ ആയിട്ട് പോകും തോറും എന്താണ് കാണിക്കുന്നത്? ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എന്താണ് ഐസോകോണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതേപോലെ ഐസോകോണ്ട് മാപ്പ് എന്താണെന്നുള്ള 3 കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. മുന്നേ ഇൻഡിഫറൻസ് കർവ് പഠിക്കാത്തവർ ആ ക്ലാസ് കൂടെ കാണുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.